ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടകിൽ. നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് പേർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് വിട്ടുമാറാത്ത മലബന്ധവും അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും അവരുടെ ശരീരത്തിൽ ഗ്യാസ് കയറി നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. ചില സമയങ്ങളിൽ അവർ പൊതുവേ കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത് വയറിൻ്റെ ഭാഗത്ത് നമുക്ക് ഗ്യാസ് നിറഞ്ഞു നിൽക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഗ്യാസ് കയറി നിൽക്കുകയും നെഞ്ചിടിക്കുന്നത് പോലെ തോന്നുകയും അതിനുശേഷം ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുള്ള രീതിയിൽ പോലും സംശയം കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്കുള്ള സിംറ്റംസ് കാണിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ സാധാരണ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പൊതുവെ എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് ഏതെങ്കിലും ഒരു ഫാർമസിയിലേക്ക് പോയതിന് ശേഷവും മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയതിന് ശേഷവും വാങ്ങിയിട്ട് പതിവായിട്ട് കഴിക്കുകയും ആ ഒരു സമയത്ത് ഇൻസ്റ്റൻ്റായിട്ടൊരു ആശ്വാസം കിട്ടും. അതിനുശേഷം ഇവർക്ക് കഠിനമായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നം തിരിച്ചു വരുന്നത് പോലെയാണ് ഒരുപാട് പേർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ മരുന്നുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ ലൈഫ് സ്റ്റൈല് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് മലബന്ധമൊക്കെ പോലെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന രീതിയിലുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും മരുന്നുകളില്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സമയം എപ്പോഴാണ് എന്നുള്ളതുമാണ്. നമ്മൾ കഴിക്കുന്ന, അതായത് ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് പോകുന്ന ആളാണ്, അല്ലെങ്കിൽ വീട്ടിൽ ഒട്ടനവധി ജോലികൾ ചെയ്യാനുള്ള ഒരാളാണെങ്കിലും നമ്മൾ സമയത്ത് ആഹാരം കഴിക്കുന്നില്ല. അതായത് നമ്മുടെ ബയോളജിക്കലി നമ്മുടെ എല്ലാം ബോഡിയിൽ ഒരു സമയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് രാവിലെ നമ്മളൊരു 8 മണിക്ക് 9 മണിക്ക് മുൻപ് ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കൃത്യസമയത്ത് ആഹാരം കഴിക്കുക മുതലായിട്ടുള്ള നമ്മുടെ ഒരു ശീലമുണ്ട്. അപ്പോൾ ഈ ശീലം മാറിയിട്ട് നമുക്കൊരു കൃത്യതയില്ലാത്ത നേരങ്ങളിൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് HCl അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആഹാരം കഴിക്കാനായിട്ട് ശരീരം തരുന്ന ഒരു സെൻസേഷനാണ് നമുക്ക് വിശപ്പായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ കൃത്യസമയത്ത് ആഹാരം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ആസിഡ് സെക്രീഷൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും അതിനുശേഷം നമുക്ക് ഗ്യാസ് ആയിട്ട് വരാനും അതുപോലെ തന്നെ നമുക്ക് വയറെരിച്ചിലും പുളിച്ചു തകട്ടലും മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നിങ്ങൾ ആഹാരം കഴിക്കുക. ഇനി ഒരു ദിവസം നമ്മൾ എന്തായാലും 3 ലിറ്റർ വെള്ളം മിനിമം നമ്മൾ കുടിച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജനറലി നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള വാട്ടർ കൺസപ്ഷൻ്റെ ലെവലായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാതെ കൃത്യമായിട്ട് വെള്ളം കുടിക്കാത്തവർക്കും ഇത്തരത്തിൽ ഗ്യാസ് കയറാനും മലബന്ധം ഉണ്ടാകാനും ഉള്ള ഒരു സാധ്യത ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കും. പിന്നീട് വരുന്നത്, നമ്മളിപ്പോൾ ആഹാരം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്, പക്ഷേ അതിൽ തന്നെ കഴിക്കുന്ന ആഹാരങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷേ ഇത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡായിട്ടുള്ള ഐറ്റംസും. ഇനി നമുക്ക് വിശപ്പ് വന്ന് നിൽക്കുന്ന സമയങ്ങളിൽ നമ്മൾ കൂടുതലായിട്ടും ശീതളപാനീയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പെപ്സി, കൊക്കോകോള മുതലായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് വാങ്ങിയിട്ട് പതിവായിട്ട് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഇവരുടെ ശരീരത്തിൽ വിശപ്പ് താഴ്ന്നു പോവുകയും എന്നാൽ ഗ്യാസിൻ്റെ പ്രശ്നം കൂടാനും ഉള്ള സാധ്യത വർദ്ധിപ്പിക്കും. അമിതമായിട്ട് നമ്മളിപ്പോൾ ചായ കുടിക്കുക, അല്ലെങ്കിൽ കോഫി, ചായ അല്ലെങ്കിൽ കട്ടൻ ചായ, അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള പാനീയങ്ങൾ നമ്മൾ അമിതമായിട്ട് കഴിക്കുകയാണെങ്കിലും നമുക്ക് വിശപ്പ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആഹാരം ശരീരത്തിലേക്ക് എത്തുന്നതിൻ്റെ അളവ് കുറയുകയും നമുക്ക് ഈ പറയുന്ന കോഫിയിലും മറ്റും കാണുന്ന കൊഫീൻ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അസിഡിറ്റി അമിതമായിട്ട് വർദ്ധിപ്പിക്കാനുള്ളൊരു സാധ്യതയും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂട്ടും. അപ്പോൾ ഇത് ഒരു കാരണം. ഇനി വരുന്നതും ആഹാരത്തിൻ്റെ അകത്ത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ ഫൈബർ കണ്ടന്റിൻ്റെ അളവ് വളരെയേറെ കുറഞ്ഞു പോകുന്നു. അതായത് നമ്മളിപ്പോൾ കഴിക്കുന്ന പൊറോട്ട, ചപ്പാത്തി മുതലായിട്ടുള്ള ആഹാരങ്ങളിൽ ഫൈബർ കണ്ടന്റ് ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ വെജിറ്റബിൾസ് കൃത്യമായിട്ട്, അതായത് നമ്മളിപ്പോൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് നാരുകൾ കിട്ടുന്നതിൻ്റെ അളവ് വളരെയധികം താഴ്ന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ആഹാരത്തിൻ്റെ അകത്ത് കിട്ടുന്ന നാരുകളുടെ അളവ് കുറയുമ്പോൾ നമ്മുടെ കുടലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചലനത്തെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ നമ്മുടെ ഇൻറ്റെസ്റ്റൈനൽ മോട്ടിലിറ്റി കുറയുകയും മലം കൂടുതലായിട്ട് കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇത് അടുത്ത ഒരു പ്രശ്നമാണ്. ഇനി കൃത്യസമയത്ത് നമ്മളൊരു ടോയ്ലറ്റ് മാനേഴ്സ് കീപ്പ് ചെയ്യുന്നില്ല. അതായത് രാവിലെ നമ്മളിപ്പോൾ കൃത്യമായ ഒരു സമയത്ത് തന്നെ ടോയ്ലറ്റിൽ പോകുന്ന ഒരു ശീലം നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മലാശയത്തിൽ മലം കൂടുതലായിട്ട് കെട്ടി നിൽക്കുകയും
വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്ത് പോകുന്ന ഒരു രീതിയേ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ കൂടുതലായിട്ട് വാട്ടർ കണ്ടന്റ് അബ്സോർബ് ചെയ്യുമ്പോൾ മലത്തിൻ്റെ കട്ടി കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മലബന്ധം ഉണ്ടാവുകയും പിന്നീട് കൂടുതൽ സ്ട്രെയിൻ എടുത്ത് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മലാശയത്തിൻ്റെ ഭാഗത്ത് വേദനയും ചൊറിച്ചിലും തടിപ്പും, അതായത് നമുക്ക് പൈൽസ്, ഫിഷർ രോഗം മുതലായിട്ടുള്ള രോഗങ്ങളും ചിലപ്പോൾ ആ ഭാഗത്ത് തടിച്ചിട്ട് പൈൽസ് പോലെ കാണാം. ചിലപ്പോൾ നമുക്ക് മലത്തിലൂടെ ബ്ലഡ് വരുന്ന രീതിയിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് കോംപ്ലിക്കേഷൻ ആയിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒരുപാട് സമയം വിശന്നിരുന്നതിന് ശേഷം നമ്മൾ പെട്ടെന്ന് ഒരുപാട് കട്ടിയുള്ള ആഹാരങ്ങൾ വാങ്ങിയിട്ട് കഴിക്കും. അതായത് ദഹനം കൂടുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ആഹാരമാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു രീതിയിലുള്ള ആഹാര ക്രമീകരണം ഉണ്ടെങ്കിൽ നമ്മളത് കൂടുതലായിട്ടും ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമ്മൾ രാത്രിയിൽ അത്താഴം കഴിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മൾ ഉറങ്ങുന്നതിന് മിനിമം 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ആഹാരം കഴിക്കണം. അതായത് 10 മണിക്ക് നമ്മൾ ഉറങ്ങുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു 7 മണിയാകുമ്പോഴേക്കും ആഹാരം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള മെറ്റബോളിസം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കുകയും അതിനുശേഷം നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ മിനറൽസും വൈറ്റമിൻസും എല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ സപ്ലൈ കഴിഞ്ഞ് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ രീതിയിൽ നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ BP നമ്മൾ ഉറങ്ങുന്ന സമയമാകുമ്പോഴേക്ക് ഏകദേശം ഒരു 10 അടുപ്പിച്ച് നമുക്ക് താഴ്ത്തി നിർത്താനും അതുപോലെ തന്നെ നമുക്ക് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടുന്നതിനും ദഹന പ്രക്രിയയുടെ ഒരു സ്ട്രെയിൻ നമ്മുടെ ശരീരത്തെ അനുഭവിപ്പിക്കാത്ത രീതിയിലേക്ക് നമുക്ക് നല്ല രീതിയിൽ ദഹിച്ചതിന് ശേഷം കിടന്നുറങ്ങാനും സാധിക്കും. അപ്പോൾ ഇതും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മലബന്ധം അകറ്റി നിർത്താനും അതുപോലെ തന്നെ ഗ്യാസ്, അതുപോലെ തന്നെ നമുക്ക് പൊളിച്ചു തികട്ടൽ, അസിഡിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. ഇനി നമ്മൾ രാത്രി കഴിക്കുന്ന ആഹാരങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ പണ്ട് ഉച്ചയ്ക്ക് നല്ല രീതിയിൽ ആഹാരം കഴിക്കും, രാത്രി നമ്മൾ അരവയറ് കഴിച്ചിട്ട് കിടക്കുക എന്ന് പറയും. പക്ഷേ ഇന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്. രാവിലെയും ഉച്ചയ്ക്കുള്ള ആഹാരം വളരെ കുറച്ചതിന് ശേഷം രാത്രിയിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡുകൾ അമിതമായിട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിച്ച് നേരെ വീട്ടിൽ വന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ കഴിച്ച ഈ ആഹാരം ദഹിക്കാൻ ഒരുപാട് സമയമെടുക്കുകയും നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായി ഈ പറയുന്ന കൊളസ്ട്രോൾ കണ്ടന്റ് അടിയിച്ച് നിർത്തുന്നതിനും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇത് ഒരു പരിധി വരെ കാരണമാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയതിന് ശേഷം രാത്രിയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തോടൊപ്പം നമുക്കിപ്പോൾ വെള്ളരിയും കുറച്ച് ക്യാരറ്റ് അങ്ങനെയുള്ള ബീട്രൂട്ട് പിന്നീട് നമുക്ക് കുറച്ച് സവാളയും കൂടിയൊക്കെ അരിഞ്ഞിട്ടതിന് ശേഷം നമ്മളൊരു നല്ല സാലഡ് കഴിക്കുന്നത് നമുക്ക് ഈ സമയത്ത് വളരെയേറെ മലമ്പിടുത്തം ഒഴിവാക്കാനായിട്ട് സഹായിക്കും. രാത്രിയിൽ ഓട്സ് കഴിക്കുക, കഞ്ഞി കഴിക്കുക, അതുപോലെ തന്നെ പാൽക്കഞ്ഞി കഴിക്കുക മുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് രാത്രിയിൽ കൂടുതലായിട്ട് ദഹിക്കാൻ അധിക സമയം വേണ്ട, അമിതമായിട്ട് കലോറി നമ്മുടെ ശരീരത്തിൽ അടിയിക്കാതിരിക്കും. പിന്നീട് നമ്മുടെ ഈ ഒരു രീതിയിലുള്ള ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ മലബന്ധവും ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും. ഇനി പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലരും പറയും ഞാൻ അത്യാവശ്യം ഈ പറയുന്ന രീതിയിൽ എൻ്റെ ഡയറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, പക്ഷേ എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയാനുള്ളത് നമ്മൾ ഡയറ്റ് മാത്രം ശരിയാക്കിയാൽ പോരാ, കൃത്യമായിട്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ വ്യായാമം ചെയ്യുന്നുണ്ടോ എന്നൊരു കാര്യം കൂടി നോക്കണം. നല്ല രീതിയിൽ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള മലബന്ധവും അസിഡിറ്റിയും അല്ലെങ്കിൽ നമ്മുടെ പുളിച്ചു തകട്ടലും നെഞ്ചിലേക്ക് ഗ്യാസ് കയറുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ വ്യായാമം ഒരു പരിധി വരെ നമുക്ക് വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വേണ്ട ഹെൽത്തി ആയിട്ടുള്ള വ്യായാമങ്ങൾ കൂടി നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ കട്ടിയുള്ള ആഹാരം കഴിച്ചു, പിറ്റേന്ന് രാവിലെ നമുക്കൊരു മലം പോകാനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി കഴിക്കുക, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പെട്ടെന്ന് മലം പോകാനുള്ള മരുന്ന് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പതിവായിട്ട് ഇത്തരത്തിലുള്ള ഗുളികകൾ വാങ്ങി കഴിച്ചാൽ മാത്രമേ മലം പോകൂ എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. അതായത് പലപ്പോഴും ഗുളിക കഴിച്ചാൽ നമുക്ക് മലം കറക്റ്റായിട്ട് പോകും, ഇല്ല എന്നുണ്ടെങ്കിൽ മലബന്ധം ഉണ്ടാകും എന്നുള്ളൊരവസ്ഥ. അപ്പോൾ
തുടക്കത്തിൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നിങ്ങൾ മരുന്നുകൾ വാങ്ങി കഴിക്കരുത് എന്നൊരു ഉപദേശം കൂടി ഇന്ന് ഞാൻ തരികയാണ്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.